രതി ദേവി അനിമൽ വെൽഫെയർ ആക്ടിവിസ്റ്റാണ്. തെരുവുനായ വിഷയത്തിൽ ഇടപെടുന്ന ആളാണ്. ശ്രീമതി രതി ദേവി, സുപ്രീം കോടതിയുടെ ഉത്തരവാണ് പൊതുവിടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ നീക്കണം എന്ന് സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും പൊതുവിടങ്ങളിൽ കറങ്ങി നടക്കുന്ന തെരുവ് നായ്ക്കളെ സംസ്ഥാന സർക്കാരുകൾക്ക് നീക്കേണ്ടതായി വരും. എങ്ങനെ പ്രായോഗികമാകുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതായത് കുറച്ചൊക്കെ നല്ലതാണത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമൂഹം വളരെ മോശമായിട്ടും കണ്ടില്ല, കുട്ടികളെ വരെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു സമൂഹമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയ്ക്ക് ഈ നായ്ക്കളൊന്നും സേഫ് അല്ല വഴിയില്. അപ്പോൾ അവർക്ക് നല്ലൊരു ഇടം കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്, കൂട്ടിപ്പിടിച്ചിടാതെ. പിന്നെ മറ്റൊരു കാര്യം, ഈ സമൂഹം തന്നെയാണ് തെരുവിലേക്ക് നായ്ക്കളെ വലിച്ചെറിയുന്നത്. ആദ്യം തന്നെ ഈ ഹൈബ്രിഡ് നായ്ക്കച്ചവടം, നായ്ക്കളെ പെരുപ്പിക്കുന്ന ഹൈബ്രിഡ് നായ്ക്കച്ചവടം എന്ന് പറഞ്ഞൊരു സംഭവം നിർത്തിക്കളയേണ്ടി വരും. കാരണം ഇവര് വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിനെ കണ്ണ് കാണാണ്ടിരിക്കുമ്പോഴും എന്തെങ്കിലും സ്കിൻ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ റോഡിൽ കൊണ്ട് തള്ളുന്ന ഒരവസ്ഥയാണ് ഈ സമൂഹം ചെയ്തിട്ടുള്ളത്. ഇത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ കോടതിയെ ഈ സംഘടനകൾ ഇത് ഈ ഒരു വിഷയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അതാണ് ഇപ്പൊ നമ്മൾ പല പ്രാവശ്യവും കത്തൊക്കെ അയച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു വിഷയമാണേ. കാരണം ബ്രീഡ് കച്ചവടം അനുവദിക്കുകയും ഇപ്പോ സാധിക്കുന്നത്, ഇപ്പൊ ഇതിനെ കൊല്ലാൻ പറ്റില്ല, ABC ആണ്, അനിമൽ ബർത്ത് കൺട്രോൾ ആണ് നടക്കുന്ന കാര്യം. പക്ഷേ ഈ ഉള്ള നായകളെ ഷെൽട്ടർ ചെയ്യണമല്ലോ. അപ്പോൾ കൂടുതൽ ഷെൽട്ടറുകൾ വേണ്ടി വരും. ഈ ആക്ടിവിസ്റ്റുകൾ കൂടുതൽ ഷെൽട്ടറുകൾക്ക് വേണ്ടി സഹായ സഹകരണങ്ങളൊക്കെ നൽകുമോ? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ആക്ടിവിസ്റ്റുകൾക്ക് ഇപ്പം ഷെൽട്ടറുകൾ ഉണ്ടല്ലോ. അവരുടെ വീടുകളിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇപ്പൊ അവർക്ക് ഷെൽട്ടർ ഉണ്ടായിട്ട് ആ ഷെൽട്ടർ ഇവിടുന്ന് ഓടിച്ച സർക്കാരാണ്. ഞങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നു, അത് തമിഴ്നാട്ടിലേക്ക് ഓടിച്ചു. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭ്രാന്ത് പിടിച്ച് ഓടിയെടുക്കാണ്. അത് വീട്ടിൽ കൊണ്ടുവയ്ക്കേണ്ടി വരും. വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അയൽക്കാരുടെ ഈ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കൊണ്ട് കൂട്ടിയിടാൻ പാടില്ല. അവസാനം അതിനെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോ എന്ന് പറയും. ഇങ്ങനെ രണ്ടു തരത്തിലും ഈ ഏതാണ്ട് സൈക്കോ പിടിച്ച ആൾക്കാരെ പോലെയാണ് ഇവിടുത്തെ ഈ ആരായാലും, അത് ഉദ്യോഗസ്ഥന്മാരായാലും ശരി, ജഡ്ജി ആണെങ്കിലും ശരി, സമൂഹമാണെങ്കിലും ശരി, ഇതിനെക്കുറിച്ച് ഒന്നും പഠിക്കാതെയാണ് എന്തൊക്കെയോ പറയാണ്. ഇത് സത്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, അനിമൽ സംഘടനകൾക്ക്, അത് ഞാനൊരു അനിമൽ സംഘടനയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കൊന്നും പറ്റില്ല. ഈ സത്യത്തില് മൊത്തം ഇന്ത്യയിലെ അനിമൽ സംഘടനകള് കോടതിയെ ബോധിപ്പിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം എന്താ പറഞ്ഞാൽ, ഇത് ഞാനൊക്കെ 2016 തൊട്ട് പറയുന്നതാണ്, ഹൈബ്രിഡ് നായ്ക്കച്ചവടം വലിയ ഒരു നായകൾ പെരുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും, ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് എത്തുന്നത്. ഈ തെരുവിന്ന് ഈ നായ്ക്കളെ മാറ്റണമെന്ന് കോടതി പറഞ്ഞത് ഏത് നിലയ്ക്കാണ്? ഷെൽട്ടറുകളിലേക്കാണോ അതോ കൊല്ലണം എന്നാണോ പറഞ്ഞത്? കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു നിയമമില്ല. ഷെൽട്ടറുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണല്ലോ പ്രായോഗികമായിട്ടുള്ളത്. ഒന്ന് ABC പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കണം, പ്രജനനം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ കുറയ്ക്കണം. ഈ സർക്കാർ ഒരു ABC സെന്റർ ഇന്നുവരെയും കൊടുത്തിട്ടില്ല മര്യാദയ്ക്ക്. അപ്പൊ ഇവര് ഷെൽട്ടർ കൊടുക്കോ? ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൊന്നുകളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഈ കാലന്മാരിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ എടുക്കുന്നത്. ഞങ്ങളെയും വെച്ച് ഓർപ്പിക്കില്ല. അത് ഇന്നലെ തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ടാണ് 16 നായ്ക്കളെ ഈ മുനിസിപ്പാലിറ്റി കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചുകൊണ്ടുപോയത്. അവരിടിച്ചു നിലവിളിക്കാണ്, അറിയാമോ?